ഹലോ പുന്നാര കൽബുകളെ, എല്ലാവർക്കും സുഖമല്ലേ? എന്താണ് വിശേഷം? അപ്പോൾ ദാ നമുക്ക് ഇന്ന് നോമ്പ് 18ആണ്, നാട്ടിൽ 17-ാം രാവാണ്. നാട്ടിൽ ഭയങ്കര പരിപാടികളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും അല്ലേ റമളാന്. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇന്ന് ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് പള്ളിയിലോട്ട് പോകാൻ പോവുകയാണ് നമസ്കരിക്കാനായിട്ട്. തറാവി നമസ്കരിക്കാൻ ഞാൻ ഇതുവരെ പള്ളിയിൽ പോയിട്ടില്ല. ഇവിടെ ലേഡീസിന് പോവാമല്ലോ, അപ്പോൾ അതുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചേക്കുന്ന കുറേ നാളുകൊണ്ടുള്ള ആഗ്രഹമാണ് കേട്ടോ. അപ്പം ഇപ്രാവശ്യം ഇൻഷാ അല്ലാ ഇനി പെരുന്നാളിനായാലും പെരുന്നാൾ നമസ്കാരമായാലും എല്ലാം പള്ളിയിൽ പോയി നമസ്കരിക്കണമെന്നൊരാഗ്രഹമുണ്ട്. പക്ഷേ നോക്കട്ടെ, പറ്റുമെങ്കിൽ പോവും. അപ്പോൾ ഇതാ നമ്മളിന്ന് സ്പെഷ്യൽ അങ്ങനെ ഭയങ്കര സ്പെഷ്യൽ ഐറ്റംസ് ഒന്നുമില്ല, എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാൻ കുറച്ച് ഐറ്റംസൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് കാണിച്ചു തരാമേ. അപ്പോൾ ഷേക്ക് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ എന്താ അവക്കാഡോ ആണ് എടുത്തേക്കുന്നത്. അവക്കാഡോയും കാഷ്നട്ടും മിൽക്കും അതുപോലെ തന്നെ ഡേറ്റ്സും ഒക്കെ ചേർത്ത് ഒരു ഷേക്ക് തയ്യാറാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ആവശ്യത്തിന് മധുരത്തിന് പകരം ഞാൻ ചേർക്കുന്നത് ഈ ഒരു പൊടിയാണേ. അപ്പോൾ ഇത് വളരെ കുറച്ച് ചേർത്താൽ തന്നെ അത്യാവശ്യം നല്ല മധുരം കാണും. അതുകൊണ്ട് ഞാൻ പഞ്ചസാര ഇപ്പം അങ്ങനെ ഉപയോഗിക്കാറില്ല, പകരം ഈ ഒരു ഇതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് 1-2 പേര് ചോദിച്ചു, നോമ്പായിട്ടും മധുരം ഉപയോഗിക്കുന്നില്ലെന്ന്. പക്ഷെ മധുരം ഉപയോഗിക്കുന്നുണ്ട്, തീർത്തും അവോയ്ഡ് ചെയ്തിട്ടില്ല. പക്ഷേ ഇതാണ് ഇത്ര ചേർക്കുമ്പോൾ തന്നെ ഇതിൽ നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ അത് ആവശ്യത്തിന് ചേർത്ത് കൊടുത്ത് പിന്നെ ഞാൻ മുട്ട വന്നിട്ട് മിക്സ് ചെയ്ത് ഇച്ചിരി മൈദ എല്ലാം അതായത് അതിൽ മെയിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് മുട്ട തന്നെയാണ്. അപ്പോൾ അതെല്ലാം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതാ. അത് ഒന്ന് കോട്ട് ചെയ്യാനുള്ള ഇതൊക്കെ ബ്രെഡ് ക്രംസ് എല്ലാം ഒക്കെ റെഡിയാക്കി വെച്ച് എല്ലാം ഒന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ ബോൾസാക്കി അതിലോട്ടൊന്ന് ഇട്ട് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കണേ. ഞാൻ പ്രതീക്ഷിച്ചില്ല, അത്യാവശ്യം ചെയ്യുന്ന സമയത്ത് ഇത് തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പം ഇത് ഞാൻ ഒരു ലോലിപോപ്പ് തയ്യാറാക്കിയതാണ്. മറ്റേ സ്റ്റിക്ക് കുത്തിയപ്പോഴത്തേക്ക് സംഭവം അത് വെയിറ്റ് കാരണം ഇതായി പോകുന്നു കേട്ടോ. അപ്പം ഈ ഒരു ഐറ്റം ഇത് ഞാൻ ചിക്കനും ബ്രെഡ് ഇതും എല്ലാം കൂടെയൊക്കെ റെഡിയാക്കി വെച്ചിട്ട് മുട്ട എല്ലാം കൂടെയൊക്കെ വെച്ചിട്ട് റെഡിയാക്കിയതാണ്. പിന്നെ ബ്രെഡും മുട്ടയും പൊരിച്ചെടുത്തിട്ടുണ്ട്. പാലും ബ്രെഡും മുട്ടയും എല്ലാം കൂടെ ചേർത്ത് പൊരിച്ചെടുത്തതാണ്. പിന്നെ നമുക്ക് കട്ട് ഫ്രൂട്ട്സ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് അവക്കാഡോ ഷേക്ക്. പിന്നെ ഇന്നത്തെ മെയിൻ ഹൈലൈറ്റ് ഈ ഒരു സംഭവമാണ്. ഇത് തരിക്കഞ്ഞിയാണ്. പക്ഷേ നമ്മൾ ട്രിവാൻഡ്രത്തുള്ളവർ ഈ സംഭവം അങ്ങനെ അധികം തയ്യാറാക്കി കാണത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വേറൊന്നുമല്ല, ഇത് മലപ്പുറംകാരുടെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. അവർക്ക് നോമ്പിന് ഈ ഒരു സംഭവം ഇല്ലാതെ പറ്റത്തില്ല. എല്ലാ വീടുകളിലും മലപ്പുറത്തുള്ളവരും കോഴിക്കോട് ആ ഭാഗത്തൊക്കെ ഉള്ള മിക്കുള്ളവരും ഇങ്ങനെ ഒരു ഐറ്റം തയ്യാറാക്കി